ബഹിരാകാശവും കൃഷിയും എന്താ ബന്ധം അല്ലേ? പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ മനുഷ്യന്റെ ഏറ്റവും പഴയ തൊഴിലുകളിലൊന്നായ കൃഷിയെ ബഹിരാകാശ സാങ്കേതികവിദ്യ അടിമുടി മാറ്റുകയാണ്. അതെ, ബഹിരാകാശത്ത് നിന്ന് നേരെ നമ്മുടെ മണ്ണിലേക്ക്. പണ്ടൊക്കെ കൃഷി എങ്ങനെയായിരുന്നു? അതൊരു കലയായിരുന്നു അല്ലേ? കർഷകന്റെ ഒരു ഇൻറ്റ്യൂഷൻ, പിന്നെ കുറേ പ്രതീക്ഷ. പക്ഷെ ഇന്ന് കഥയാകെ മാറി. ഇന്ന് കൃഷി വെറുമൊരു കലയല്ല, അതൊരു സയൻസ് കൂടിയാണ്. കൃത്യമായ ഡേറ്റയുടെ ഒരു കളി. അപ്പോ ഇതാണ് എന്റെ ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെയെല്ലാം ചോദ്യം. നമ്മളിൽ നിന്ന് എത്രയോ ദൂരെ ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീന് ഈ ഭൂമിയിലുള്ള ഒരു കുഞ്ഞു ചെടിക്ക് ദാഹിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അതിന് അസുഖം വരുന്നുണ്ടെന്നോ എങ്ങനെ അറിയാൻ പറ്റും? ഭയങ്കര കൗതുകം തോന്നുന്നില്ലേ? ശരി, നമുക്കിതിന്റെ ഉത്തരവൊന്ന് തേടിപ്പോവാം. ഒന്നാലോചിച്ചു നോക്കേ, പണ്ടത്തെ ഒരു കർഷകനെ മഴ പെയ്യുമോ എന്നറിയാൻ ആകാശത്തേക്ക് നോക്കും, മണ്ണിൽ ഈർപ്പമുണ്ടോ എന്നറിയാൻ കൈകൊണ്ട് തൊട്ടുനോക്കും. പക്ഷേ നമ്മുടെ കണ്ണിനും കാതിനുമൊക്കെ ഒരു പരിധിയില്ലേ? ഒരു വലിയ പാടം, ഒരു 10 ഏക്കറൊക്കെ ഉണ്ടെന്ന് വെക്ക. അതിന്റെ ഒത്ത നടുക്ക് എവിടെയോ ഒരു ഫംഗസ് ബാധ തുടങ്ങുന്നത് വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. എല്ലാം നശിച്ച് കൈവിട്ടു പോകുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് പോലും. അപ്പോ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എവിടെയാണെന്നറിയോ? എവിടെയും മണ്ണിലല്ല, നമ്മുടെ തലയ്ക്ക് മുകളിലാണ്. അതെ, ഭൂമിയെ രാവും പകലും ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാതെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം സാറ്റലൈറ്റുകൾ. ഒരു തരം ആകാശത്തിലെ കാവൽക്കാരെന്ന് തന്നെ പറയാം. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്തത് കാണുന്നവർ. ഒന്ന് ഓർക്കണം, ഏകദേശം 700 കിലോമീറ്റർ മുകളിൽ നിന്നാണ് ഈ കളി. അവിടെ ഇരുന്ന് നൂറുകണക്കിന് ഉപഗ്രഹങ്ങൾ ആകാശത്തിലെ കണ്ണുകളായി പ്രവർത്തിക്കുകയാണ്. മണ്ണിന്റെ ഓരോ തുടിപ്പും വിളകളുടെ ആരോഗ്യവും എല്ലാം റിയൽ ടൈമായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സയൻസിലേക്ക് കടക്കാം. ഇത്രയും ദൂരത്ത് നിന്ന് ഈ സാറ്റലൈറ്റുകൾക്ക് എങ്ങനെയാ ഒരു ചെടിയുടെ ഹെൽത്ത് കാണാൻ പറ്റുന്നത്? എന്താ ഇതിന്റെ പിന്നിലെ മാജിക്? അപ്പോ ഇതിന്റെ പിന്നിലെ രഹസ്യത്തിന്റെ പേരാണ് NDVI. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും അല്ലേ? നോർമലൈസ്ഡ് ഡിഫറൻസ് വെജിറ്റേഷൻ ഇൻഡെക്സ്. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഹെൽത്ത് സ്കോറാണ് ചെടികൾക്കുള്ളത്. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്തൊരു പ്രത്യേകതരം ലൈറ്റ് ഉപയോഗിച്ചാണ് ഈ സ്കോർ കണ്ടുപിടിക്കുന്നത്. അപ്പോ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഭയങ്കര രസമാണ്. ആരോഗ്യമുള്ള ഒരു ചെടിയുണ്ടല്ലോ, അത് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ഇൻഫ്രാറെഡ് ലൈറ്റിനെ അങ്ങോട്ട് പ്രതിഫലിപ്പിക്കും, റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ആ ചെടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാല്, ചിലപ്പോ വെള്ളം കിട്ടാഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കീടം ആക്രമിച്ചതാവാം. അപ്പൊ എന്ത് സംഭവിക്കും? ആ ചെടി ഈ ഇൻഫ്രാറെഡ് ലൈറ്റിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങും, അബ്സോർബ് ചെയ്യും. ഈ ചെറിയൊരു മാറ്റം പോലും മുകളിലുള്ള സാറ്റലൈറ്റിലെ സെൻസറുകൾക്ക് കൃത്യമായി പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കർഷകനെന്താ ഗുണം? ചെടിയുടെ ഇല മഞ്ഞളിക്കുന്നതിനും രോഗം പടർന്നു പിടിക്കുന്നതിനും ആഴ്ചകൾക്കു മുൻപ് തന്നെ ഒരു ക്രോപ്പ് ഫീവർ പോലെ ഈ പ്രശ്നം കണ്ടെത്താൻ പറ്റും. എന്നിട്ട് വേണ്ടത് ചെയ്യാം. അതാണ് NDVIയുടെ പവർ. ഓക്കെ, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയൊക്കെ ഒരു സാധാരണ കർഷകന് എങ്ങനെ ഉപകാരപ്പെടും അല്ലേ? അവിടെയാണ് മൊബൈൽ ആപ്പുകളുടെ വരവ്. ഈ പറഞ്ഞ ബഹിരാകാശ സാങ്കേതികവിദ്യ മുഴുവൻ ഒരൊറ്റ സ്മാർട്ട് ഫോണിലൂടെ കർഷകന്റെ കൈവെള്ളയിലേക്ക് എത്തുകയാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു കർഷകൻ പാടത്തൂടെ നടക്കുമ്പോൾ ഒരു ചെടിയുടെ ഇലയിൽ ഒരു സംശയം തോന്നുന്ന പാട് കാണുന്നു. പണ്ടായിരുന്നെങ്കിലോ, അയ്യോ ഇതെന്താ, ഇനി എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ടെൻഷനടിക്കും. പക്ഷേ ഇന്ന കാലം മാറി. നേരെ ഫോൺ എടുക്കുന്നു, കിസാൻ AI അല്ലെങ്കിൽ പ്ലാന്റിക്സ് പോലുള്ളൊരു ആപ്പ് തുറക്കുന്നു, ആ പാടിന്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു. അത്രയുള്ളൂ. സെക്കൻഡുകൾക്കുള്ളിൽ ആപ്പ് പറയും, ഇത് ഇന്ന ഫംഗസാണ്, അല്ലെങ്കിൽ ഇന്ന കീടമാണ്, ഇതിന് ഇന്ന മരുന്നടിച്ചാൽ മതി എന്ന്. ആലോചിച്ചു നോക്കൂ, പാടം മുഴുവൻ കണ്ണും പൂട്ടി മരുന്ന് തളിക്കുന്ന ആ പഴയ രീതി, അതൊക്കെ ഇതോടെ അവസാനിച്ചു. അപ്പോ ഈ ആപ്പുകൾ ഒരു ഡിജിറ്റൽ ടൂൾ ബോക്സ് പോലെയാണ്. അതിൽ പലതരം ടൂൾസ് ഉണ്ട്. ഫാം ഈസി പോലെയുള്ള ആപ്പുകൾ നമ്മുടെ പാടം ജിയോ ടാഗ് ചെയ്യാൻ സഹായിക്കും. അതായത് ഗൂഗിൾ മാപ്പിൽ നമ്മുടെ വീട് മാർക്ക് ചെയ്യുന്നത് പോലെ പാടം മാർക്ക് ചെയ്യാം. പിന്നെ സാറ്റലൈറ്റ് ഡേറ്റ വെച്ച് ആപ്പ് പറയും, പാടത്തിന്റെ ഇന്ന ഭാഗത്ത് വെള്ളം കുറവാണ്, അവിടെ നനയ്ക്കണം എന്ന്. ITC മാർസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ ഇനി ഉഷ്ണതരംഗം വരുന്നുണ്ടെന്ന് മുൻകൂട്ടി മുന്നറിയിപ്പ് തരും. Agri2 പോലെയുള്ള ആപ്പുകൾ തൊട്ടടുത്ത മാർക്കറ്റിൽ നമ്മുടെ വിളക്ക് എന്ത് വില കിട്ടുമെന്ന് ലൈവായി കാണിച്ചു തരും. ഇടനിലക്കാരെ ഒഴിവാക്കി നല്ല വില നേടാൻ ഇതിലും നല്ലൊരു വഴിയുണ്ടോ? അപ്പോ ഈ ടെക്നോളജി കൃഷിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്ന് വിചാരിച്ചാൽ തെറ്റ്. ഇതിന്റെ സാധ്യതകൾ മണ്ണിനപ്പുറത്തേക്കും, എന്തിന്, കടലിലേക്കും നമ്മുടെ സാമ്പത്തിക ഭദ്രതയിലേക്കും വരെ എത്തുന്നുണ്ട്. ഇപ്പോ കരയിലെ കാര്യം നോക്കാം. വെള്ളപ്പൊക്കമോ വരൾച്ചയോ കാരണം കൃഷി നശിച്ചാൽ പണ്ടൊക്കെ ഓഫീസുകൾ കയറിയിറങ്ങി നഷ്ടം ബോധ്യപ്പെടുത്തണമായിരുന്നു. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി സർക്കാർ തന്നെ നാശനഷ്ടം ഉറപ്പിക്കും. ഇൻഷുറൻസ് തുക പെട്ടെന്ന് കർഷകന്റെ അക്കൗണ്ടിലെത്തും.
ഇനി കടലിലേക്ക് പോയാലോ? മീൻപിടുത്തക്കാർക്ക് എവിടെയാണ് മീൻകൂട്ടമുള്ളതെന്ന് ഈ സാങ്കേതികവിദ്യ പറഞ്ഞുതരും. ചുഴലിക്കാറ്റ് വരുന്നുണ്ടെങ്കിൽ ബോട്ടുകളിലേക്ക് മുന്നറിയിപ്പ് അയയ്ക്കും. എത്രയധികം ഇന്ധനമാണ് ലാഭിക്കുന്നത്, എത്ര ജീവനുകളാണ് രക്ഷപ്പെടുന്നത്. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം വെറുമൊരു ടെക്നോളജിയാണെന്ന് തോന്നാം. പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ വലിയൊരു മനുഷ്യസ്നേഹപരമായ കാഴ്ചപ്പാടുണ്ട്. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയോടാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായിരുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ സാങ്കേതികവിദ്യ റോക്കറ്റ് വിക്ഷേപിക്കാൻ വേണ്ടി മാത്രമുള്ളതാവരുത്. അത് സമൂഹത്തിന്റെ യഥാർത്ഥ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം. സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്താനായിരിക്കണം. ഈയൊരു തത്വശാസ്ത്രത്തിന്റെ ഹൃദയമെന്നു പറയുന്നത് ഫ്രൂഗൽ ഇന്നൊവേഷനാണ്. അതായത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ സാധാരണക്കാരിലേക്ക് എത്തിക്കുക. ആയിരക്കണക്കിന് ഏക്കറുള്ള വലിയ കോർപ്പറേറ്റ് ഫാമുകളെ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ 2-3 ഏക്കർ ഭൂമിയുള്ള ഒരു സാധാരണ ചെറുകിട കർഷകന് അവനൊരു ഉറപ്പും ന്യായമായ ലാഭവും അതിലൂടെ ഒരു അന്തസ്സും നൽകുക. അതാണ് യഥാർത്ഥ ലക്ഷ്യം. അപ്പോ ബഹിരാകാശത്തുനിന്ന് തുടങ്ങി നമ്മുടെ കാലിനടിയിലെ മണ്ണിലെത്തിയ ഈ യാത്ര എന്താണ് നമ്മളോട് പറയുന്നത്? മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ചിലപ്പോ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിപ്പോകാൻ മാത്രമല്ല, നമ്മുടെ അന്നം തരുന്ന ഈ മണ്ണിനെ സംരക്ഷിക്കാനും കൂടിയാണ്. നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാവിയെ സുരക്ഷിതമാക്കുകയാണ്. അപ്പോ അടുത്ത വലിയ ചോദ്യം ഇതാണ്: നമ്മുടെ ഭക്ഷണത്തിന്റെ അടുത്ത അതിർത്തി എന്തായിരിക്കും? ചിന്തിക്കേണ്ട ഒന്നാണല്ലേ?